ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പോരാ, അത്രത്തോളം അടുപ്പമായിരുന്നു ഇരുവരും തമ്മിൽ. ഇരുവരും തമ്മിലുള്ള ചർച്ചകളുടെയും കൂടിക്കാഴ്ചകളുടെയും ഒക്കെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു ദിവസം ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസ് വിടുക മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രഖ്യാപിത ശത്രു എന്ന് മുദ്രകുത്തപ്പെട്ട BJPയിലേക്ക് പോവുകയും ചെയ്തു. ഈ നീക്കം കോൺഗ്രസിനെ മാത്രമല്ല, രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവരെയും ഒരേപോലെ ഞെട്ടിച്ച സംഭവമാണ്. കാരണം മറ്റ് ആര് കോൺഗ്രസ് വിട്ടുപോയാലും ജ്യോതിരാദിത്യ സിന്ധ്യ ഒരിക്കലും കോൺഗ്രസ് വിടില്ലെന്ന് കരുതിയവരുണ്ട്. അങ്ങനെ കരുതാനും കാരണമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ മുഖമായി ഇന്ന് ജനങ്ങൾ കരുതുന്ന രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയും അത്രയും നല്ല ബന്ധത്തിലായിരുന്നു. ഇരുവരും തമ്മിലുള്ള സൗഹൃദം അവരുടെ രാഷ്ട്രീയ യാത്രയുടെ ആദ്യ നാളുകൾ മുതൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. സിന്ധ്യയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും യുവ നേതൃത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തി. അക്കാലത്ത് രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ഒരു മുഖം തന്നെയായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. എന്നാൽ അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് സിന്ധ്യ BJPയിലേക്ക് ചേക്കേറിയതും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞതും. ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ ശേഷവും അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി യാതൊരുവിധ പരാമർശങ്ങളും നടത്തിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സിന്ധ്യയെ തള്ളിപ്പറയുന്ന യാതൊരുവിധ നിലപാടുകളും രാഹുൽ ഗാന്ധി പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നില്ല. അതേസമയം മറ്റ് കോൺഗ്രസ് നേതാക്കൾ സിന്ധ്യയുടെ കാലുമാറ്റത്തെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. അധികാര വടംവലിയുടെ ഭാഗമായിട്ടാണ് സിന്ധ്യ BJPയിലേക്ക് പോയത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സംഭവത്തിന് ശേഷം കോൺഗ്രസ് പ്രവർത്തകർക്ക് അദ്ദേഹം അനഭിമതനായി മാറി. കോൺഗ്രസിന്റെ പ്രതിസന്ധി കാലത്ത് പാർട്ടിയെ തള്ളിപ്പറഞ്ഞ സിന്ധ്യയെ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. എന്നാൽ മറ്റു ചിലരുണ്ട്. സിന്ധ്യ ആളെ കൂട്ടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നാൽ അത് കോൺഗ്രസിന് നേട്ടം തന്നെയാണെന്നും അത്തരക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ അക്കാര്യത്തിൽ താൽപ്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, BJPയിൽ ശക്തമായ പ്രവർത്തനങ്ങളും അദ്ദേഹം ആരംഭിച്ചിരുന്നു. എന്നാൽ നിലവിലെ സൂചനകളനുസരിച്ച് ഒരുപക്ഷെ സിന്ധ്യ തിരിച്ചു വരുന്നത്, അതായത് കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നത് തള്ളിക്കളയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർലമെന്റ് മന്ദിരത്തിൽ സംഘടിപ്പിച്ച നമ്മുടെ ഭരണഘടന നമ്മുടെ ആത്മാഭിമാനം എന്ന പരിപാടിക്കിടെയാണ് ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച ആ ചിത്രം പുറത്തു വന്നത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് MPയുമായ രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും സെൻട്രൽ ഹാളിൽ മുഖാമുഖം വരികയായിരുന്നു. ഇതിനിടെ ഇരു നേതാക്കളും പരസ്പരം ഹസ്തദാനം ചെയ്യുകയും കുറച്ചുനേരം ചർച്ച നടത്തുകയും ചെയ്തു. സിന്ധ്യ കോൺഗ്രസ് വിട്ടതിനു ശേഷം ഇതുവരെയും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഓർക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിലാണ് സംഭവം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചർച്ചയ്ക്കുള്ളിൽ ഗൗരവമായ വിഷയങ്ങൾ തന്നെയായിരിക്കും എന്ന ഊഹത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. കൂടിക്കാഴ്ച നടത്തുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെയും ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ദൃശ്യങ്ങളിൽ ഇരു നേതാക്കളും ഹസ്തദാനം ചെയ്യുന്നത് കാണാൻ കഴിയും. മാത്രമല്ല, ഇവർ തമ്മിൽ കുറച്ചുനേരം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവർ തമ്മിൽ എന്ത് സംഭാഷണമാണ് നടന്നതെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായും രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തതെന്ന നിഗമനത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. കാരണം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തുകയും തുടർന്ന് കേന്ദ്രമന്ത്രിയാവുകയും ചെയ്ത ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ BJPയിൽ തൃപ്തനല്ല എന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നതിന് പ്രത്യുപകാരമായി കേന്ദ്രമന്ത്രിസ്ഥാനം സിന്ധ്യയ്ക്ക് ലഭിച്ചെങ്കിലും സംസ്ഥാനത്ത് അദ്ദേഹത്തിന് നിലയുറപ്പിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മധ്യപ്രദേശിൽ ഇപ്പോൾ BJPയാണ് അധികാരത്തിലിരിക്കുന്നത്. മുഖ്യമന്ത്രി മോഹൻ യാദവും ഉപമുഖ്യമന്ത്രിമാരായ രാജേന്ദ്ര ശുക്ലയും ജഗദീഷ് ദേവ്ഡയും കഴിഞ്ഞു മാത്രമേ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് BJPയിൽ സ്ഥാനമുള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ടത് എങ്കിലും BJPയിൽ നിന്നുകൊണ്ട് ഒരിക്കലും മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും നടപടികളുടെ ഭാഗമാണോ രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നിലുള്ളത് എന്നാണ്
രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. 2018 മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സിന്ധ്യയും കമൽനാഥും തമ്മിൽ തർക്കം ആരംഭിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ സിന്ധ്യ പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിൽ അതൃപ്തി പടരുന്നതിന് കാരണമാക്കി. അതിനുശേഷം 2020 ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ട് ഭാരതീയ ജനതാ പാർട്ടി എന്ന BJPയിൽ ചേർന്നത്. കോൺഗ്രസ് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ അവഗണിക്കുകയാണെന്നും നേതൃത്വത്തിന് ബലഹീനതയാണെന്നും അദ്ദേഹം പാർട്ടി വിട്ടതിനു പിന്നാലെ ആരോപണം ഉന്നയിച്ചു. എങ്കിലും അതെല്ലാം സംസ്ഥാന നേതൃത്വത്തിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആരോപണങ്ങളായിരുന്നു. ഒരിക്കലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് അദ്ദേഹം രംഗത്തെത്തിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായോ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഉന്നത നേതാക്കളുമായോ ജ്യോതിരാദിത്യ സിന്ധ്യ ചർച്ച നടത്തിയെന്നോ കൂടിക്കാഴ്ച നടത്തിയെന്നോ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നതുമില്ല. കോൺഗ്രസ് നേതാക്കളുമായി പരമാവധി ഒരു അകലം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഒടുവിൽ തൻ്റെ പഴയ കൂട്ടുകാരനും സഹപ്രവർത്തകനുമായ രാഹുൽ ഗാന്ധിയുമായി നേരിൽ കാണുകയും ചെറിയ രീതിയിലാണെങ്കിൽ പോലും ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സൂചനയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു കരുതുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് പാർട്ടി വിട്ടതിന് പിന്നാലെ BJPയിൽ അംഗത്വം എടുത്ത സമയത്ത് പാർട്ടിയിലേക്ക് തന്നെ ക്ഷണിച്ച നേതാക്കൾക്ക് നന്ദി പറഞ്ഞിരുന്നു. അന്ന് പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അധ്യക്ഷൻ JP നഡ്ഡയും എന്നെ അവരുടെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്നെ BJPയിലേക്ക് ക്ഷണിക്കുകയും തനിക്കൊരു സ്ഥാനം നൽകുകയും ചെയ്തതിന് നന്ദി പറയുന്നു എന്നായിരുന്നു സിന്ധ്യ വ്യക്തമാക്കിയത്. മധ്യപ്രദേശിലെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കരുക്കൾ മുന്നോട്ട് നീക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പറയുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും BJP അധ്യക്ഷനുമൊക്കെ സിന്ധ്യയെ BJPയിലേക്ക് ക്ഷണിച്ചത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അന്ന് BJPയിൽ അംഗത്വം എടുക്കുന്ന സമയത്ത് താൻ ഇതുവരെ പ്രവർത്തിച്ച കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കിയിരുന്നു. ജീവിതത്തെ മാറ്റിമറിച്ച 2 സംഭവങ്ങളാണ് തനിക്കുണ്ടായിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒന്ന് അച്ഛൻ്റെ മരണം, രണ്ടാമത്തേത് BJPയിൽ ചേർന്നുകൊണ്ട് പുതിയ ചുവട് വയ്ക്കാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ട് താൻ BJPയിലേക്ക് പോയി എന്നുള്ളതിന് കാരണവും ആ യോഗത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യ വെളിപ്പെടുത്തി. മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയല്ല ഇപ്പോഴുള്ളത്. പൊതുജന സേവനം നടത്താൻ ഇനി ആ പാർട്ടിക്ക് സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ഇനിയൊരിക്കലും സാധിക്കില്ലെന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ സൂചിപ്പിക്കുന്നതെന്നും സിന്ധ്യ കുറ്റപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് നേതൃത്വവുമായി അകന്ന ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷമാണ് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് രാജിക്കത്തയക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ സിന്ധ്യയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായി കോൺഗ്രസ് പത്രക്കുറിപ്പിറക്കുകയായിരുന്നു. അന്ന് 5 MLAമാരുടെ ഭൂരിപക്ഷത്തിലാണ് മധ്യപ്രദേശിൽ കമൽനാഥിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ നിലനിന്നിരുന്നത്. തന്നെ പിന്തുണയ്ക്കുന്ന MLAമാരിൽ 18 പേരെ പ്രത്യേക വിമാനത്തിൽ ബംഗളൂരുവിലെ റിസോർട്ടുകളിൽ എത്തിച്ചാണ് സിന്ധ്യ BJPയിൽ ചേക്കേറുന്ന രാഷ്ട്രീയ നാടകത്തിന് തുടക്കം കുറിച്ചത്. സിന്ധ്യ BJPയിൽ അംഗത്വം എടുക്കുന്നതുവരെ കർണാടകത്തിലെ BJP നേതാക്കളുടെ സംരക്ഷണയിലായിരുന്നു ആ കോൺഗ്രസ് MLAമാർ. വിമത നീക്കത്തെ ചെറുക്കാനും അവരെ അന്വയിപ്പിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി 20 മന്ത്രിമാർ രാത്രി മുഖ്യമന്ത്രിക്ക് രാജി നൽകിയിരുന്നു. ഇതിനിടെയാണ് സിന്ധ്യ തന്നെ പാർട്ടി വിട്ടത്. മുൻ കേന്ദ്രമന്ത്രിയും 4 തവണ MP-യുമായ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടത് സംസ്ഥാനത്തും ദേശീയ തലത്തിലും കോൺഗ്രസിന് ക്ഷീണമായി മാറുകയും ചെയ്തു. അതിന് കാരണമുണ്ട്. രാഹുൽ ഒഴിഞ്ഞ ശേഷം പാർട്ടി ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വരെ പറഞ്ഞുകേട്ട പേരായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയുടേത്. അച്ഛനും കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മാധവറാവു സിന്ധ്യയുടെ 75ാം ജന്മവാർഷിക ദിനത്തിലാണ് അന്ന് സിന്ധ്യ കോൺഗ്രസ് വിട്ടു എന്ന പ്രത്യേകതയുമുണ്ട്. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2018 കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തിയതു മുതൽ നിലനിന്ന അതൃപ്തിക്കൊടുവിലാണ് ഗോളിയ രാജകുടുംബത്തിലെ ഇളമുറക്കാരൻ്റെ കൂറുമാറ്റം. തന്നെ തഴഞ്ഞ് മുഖ്യമന്ത്രി പദം കമൽനാഥിന് നൽകിയതായിരുന്നു ഭിന്നതയ്ക്ക് കാരണം. അന്ന് BJP സിന്ധ്യയ്ക്ക് കേന്ദ്രമന്ത്രി സ്ഥാനമാണ് വാഗ്ദാനം നൽകിയത്. തുടർന്ന് 3 സീറ്റുകളിലേക്ക് നടക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റ് ഉറപ്പിക്കാനും സംസ്ഥാനത്ത് ഭരണം തിരിച്ചുപിടിക്കാനും സിന്ധ്യയുടെ വരവ് സഹായിക്കുകയും ചെയ്തു.
മുത്തശ്ശി വിജയരാജ സിന്ധ്യയും പിതൃ സഹോദരിമാരായ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യയും യശോധര രാജ സിന്ധ്യയും ദീർഘകാലം പ്രവർത്തിച്ച പാർട്ടിയിലേക്കാണ് ഒടുവിൽ ജ്യോതിരാദിത്യ സിന്ധ്യയും എത്തിയത്.